In Wayanad, the agricultural sector is most affected by climate change. The loss of farm-friendly insects due to the climate change in Wayanad is more likely to affect agriculture than the damage caused by drought and floods. Butterflies and bees, which used to be abundant in Wayanad, are declining in number. Butterflies and bees pollinate about 90 of the plants grown in Wayanad. Their destruction has created a serious crisis in the agricultural sector. Not being able to increase the production of agricultural crops and ensure additional income from the farms was the main problem faced by the farmers in the watershed area. Looking at the problems in the district, the Wayanad Social Service Society, WESES, the project facilitating agency, recommended beekeeping in the Porlum Keftu Soil Project. Beekeeping is the best solution to overcome the productivity shortfall in agriculture. Studies have shown that coffee cultivation, the main crop in Wayanad, can increase yields by up to 80% with the introduction of bees. In addition to coffee cultivation, beekeeping can help in the high production of a wide range of crops. In addition to increasing agricultural production through pollination, it is also possible to earn additional income through honey production. Beekeeping has become a major source of income for housewives and young people. Beekeeping is a venture that can generate good returns with very low investment. In the first phase, with the financial assistance of NABARD, Wayanad Social Service Society distributed beehives to 50 farmers as part of the NABARD Keftu Soil Project being implemented in Porlum watersheds in Thondarnad Grama Panchayat. Each farmer was provided with 5 beehives. Prior to the distribution of beehives, farmers were given expert training. എൻ്റെ പേര് സുദേവൻ. ഞാൻ പൊറലോം വാട്ടർഷെഡ് കമ്മിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. 2 വർഷം മുന്നേ ഞങ്ങൾക്ക് വരുമാന മാർഗം എന്ന നിലയിൽ നബാർഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തേനീച്ചപ്പെട്ടി വിതരണം ചെയ്തിരുന്നു. ഏകദേശം 50ഓളം കുടുംബങ്ങൾക്കാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് ശരിയായ രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളും തേൻ എങ്ങനെ എടുക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ പരിചരണം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു, നേരിട്ട് തേനെടുക്കുന്ന രീതി പറഞ്ഞു തന്നു. അതിനുള്ള എല്ലാ സംവിധാനത്തോടും കൂടി തന്നെയാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു നല്ലൊരു പരിപാടിയാണ്. ഞങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടേക്ക് ഒരു ജീവിത മാർഗം എന്ന നിലയിൽ നമുക്ക് ഇതിന് വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയും. ഇതാണ് ഞങ്ങൾ എടുത്ത തേന്. ഇത് നല്ല ശുദ്ധമായ തേനാണ്, ഒരു മായോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല കളറുണ്ട്, നല്ല ഇതാണ്, നല്ല ടേസ്റ്റുള്ള തേനാണ്. ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പൂക്കളിൽ നിന്നൊക്കെ ശേഖരിച്ചുകൊണ്ട് തന്നെ ഒറിജിനൽ തേൻ തന്നെയാണ്. ഇതിപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. മരുന്നിനും അതിനൊക്കെ ആയിട്ട് ഒറിജിനൽ തേനിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ നമുക്കിത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നല്ല തേനാണെന്നുള്ളതിന് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരു വാട്ടർഷെഡ് കമ്മിറ്റിയുടെ കീഴിൽ ഇതിനെ ഒരു ബിസിനസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉദ്ദേശമുണ്ട്. കാരണം 50ഓളം വീടുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം തേന് കളക്ട് ചെയ്തിട്ട് കമ്മിറ്റിയുടെ പേരിലൊരു ലേബലോട് കൂടിയിട്ട് പൊതു മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ ഉള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ തൊട്ട് അടുത്തുള്ള വീടുകളിലും തൊട്ടടുത്ത കടകളിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട് നല്ല തേനാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് പുറത്തേക്കൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഇതിൻ്റെ ട്രെയിനിങ് എന്ന് വെച്ചാൽ 1ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഈച്ചയുടെ ക്ഷാമകാലം, തേനിൻ്റെ ക്ഷാമകാലത്ത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പരിചരിക്കണം, അതേപോലെ മഴക്കാലത്ത് എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. കൂടാതെ ഇത് തേനെടുക്കുന്നതിനെക്കുറിച്ചും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. തേനെടുക്കുന്നതും അട വിരിച്ച് മാറ്റി വെക്കുന്നതിനും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വിദഗ്ധരുടെ സേവനം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, ഈച്ചയുടെ അടുത്ത് പോകാനും പെട്ടിയുടെ അടുത്ത് പോകാനൊക്കെ പേടിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ എക്സ്പേർട്ടുകൾ വന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നപ്പോൾ പേടി മാറി. ഇപ്പോൾ അടുത്ത് പോകുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തേനെടുക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊക്കെ തേനീച്ച കൃഷിക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയി അവരുടെ അടുത്ത് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ഞങ്ങൾ എന്തായി സ്വയം പര്യാപ്തയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് വേണ്ട സഹായങ്ങളൊക്കെ ഇത് ചെയ്തു തരുന്നത് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ്. ഞങ്ങൾക്ക് എപ്പോൾ എന്താവശ്യത്തിനും അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദഗ്ധന്മാരെയോ അതിനുള്ള സേവനങ്ങളൊക്കെ അവരിൽ നിന്ന് എപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. നബാർഡിൽ നിന്നും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായ മോണിറ്ററിങ് തരികയും ഫീൽഡ് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പോരായ്മകൾ കൃത്യമായിട്ട് പറഞ്ഞ് തന്നുകൊണ്ട് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതുമുണ്ട്. Beekeeping is an agricultural intervention that is most suitable for farmers who are experiencing difficulties due to climate change. Beekeeping can help in increasing the production of agricultural crops and additional income. It is possible to ensure more income with less investment through beekeeping. Beekeeping is the best project that can be included in the Watershed Development Program in the change situation.